അതായത് അവിഹിതത്തിൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നു. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില് ഞാൻ അതിനോട് യോജിക്കുന്നു. അവിഹിതത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എനിക്ക് അവിഹിതത്തിൽ ഞാൻ അവിഹിതമാണല്ലോ, ഞാൻ അവിഹിതമാണല്ലോ. ബെസ്റ്റ്. എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ. അത് പറഞ്ഞപ്പോൾ താങ്കളോട് ചൂടായി? ഞാൻ പറഞ്ഞു ഇത്, ഞാനിപ്പോ അതിനെ അങ്ങനെ അഡ്രസ് ചെയ്യുന്നു. ഇനി പ്രശ്നമില്ല, എനിക്ക് ഞാൻ ചൂടായത് അതാണ് എനിക്ക് അറിയത്തില്ലല്ലോ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അവിഹിതം എന്താണ്, വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കരുതുന്നത്. അവിഹിതമെങ്കിൽ അവിഹിതം, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഒരു പര്യവസാനം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഹാപ്പി എൻഡിങ്. എനിക്ക് പ്രശ്നമില്ല. പറഞ്ഞ എന്നെ കയറി പിടിക്കാൻ നീ ഒരു വ്യഭിചാരിയാണ്, അവിഹിതമാണ് പറഞ്ഞ എന്റെ കയ്യിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിടിച്ചിരിക്കും. വേറെ സീനാണ്. എന്റെ ദേഹത്ത് തൊടാൻ പറ്റത്തില്ല, അപ്പുറത്ത് മാറി എന്ത് വേണേ പറഞ്ഞു. എന്നെ കയറി പിടിക്കരുത്. എന്നെ കയറി പിടിച്ചിട്ട് നീ അവിഹിതം, അതുകൊണ്ട് ഞാൻ നിന്നെ പിടിക്കാന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കൈ കിട്ടുന്നിടത്ത് ഞാൻ തലക്കടിക്കും. അവള് ഞാൻ വിചാരിച്ചത് പോലെ അല്ല. അല്ലേലും പെണ്ണെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തറിയാം? നീ വിചാരിച്ച പോലല്ല പെണ്ണെന്നുള്ള ഇപ്പൊ മനസ്സിലായോ? ഒരാൾ വന്നിട്ട് മോളെ നിങ്ങൾ, ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടാണ്, മോളുടെ കുണ്ടിക്ക് തട്ടിയല്ലോ വിഷമമുണ്ടോ, അല്ലെങ്കിൽ അവിടെ തട്ടിയത്. ഞാൻ പറയാം എനിക്ക് വിഷമമില്ല ചേട്ടാ. എനിക്കത് ഒരുപോലെയാണ്. നിങ്ങളുടെ തലച്ചോറിലുള്ള പ്രശ്നമുള്ളൂ, എനിക്കതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ സ്പേസുകളുണ്ട്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? തമാശക്ക് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവളുടെ സുഹൃത്തിന്റെ കുണ്ടിക്ക് താങ്കൾ ഉപയോഗിച്ച വാക്കൽ ഉപയോഗിച്ചാൽ ഒരു അടി കൊടുക്കാൻ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. തിരിച്ചാണെങ്കിലോ? തിരിച്ചു സ്വാതന്ത്ര്യമുള്ള സ്പേസുകളുണ്ട്. ഉണ്ടെന്നാണ് പറയുന്നത്. ഇല്ലെന്നാണോ? ഉള്ള സ്പേസുകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. പെൺകുട്ടി ചെയ്യുമ്പോൾ അത് തമാശ, ജോക്ക്. അപ്പൊ ഇവിടുത്തെ കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ ഈ ചാനലുകളിൽ പോലും ആണുങ്ങളുടെ കണ്ണീരിന് വിലയില്ല. തമാശ ഒന്നുമില്ലല്ലോ. ഒരാളുടെ ബാക്കിൽ തൊടുന്ന തമാശയാണ്. തൊടലല്ല, ഇപ്പൊ തമാശക്ക് അടി കൊടുക്കും. എന്റെ കുണ്ടിക്ക് ഒരാൾ വന്നിങ്ങനെ അടിച്ചാലും ഞാൻ തിരിച്ചടിക്കുന്ന ഒരാൾ, അയാളെ അടിക്കുന്ന ഒരാളാണെങ്കിൽ അറിയാതെ ഒന്ന് എന്റെ ബാക്കിൽ തട്ടിയെന്ന് കരുതി നമ്മൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ദൈവമേ, ഞാൻ ചെയ്തിട്ടാണല്ലോ തിരിച്ചു ചെയ്യുന്നത് എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ അത് എല്ലാവർക്കും ഒരു ടിപ്പർ വന്ന് ഓട്ടോറിക്ഷ ഇടിച്ചാലും ഓട്ടോറിക്ഷ വന്ന് ടിപ്പറിന് ഇടിച്ചാലും ഓട്ടോറിക്ഷക്കല്ലേ കേട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.